ശരണ്യ സ്നേഹിതൻ ആലപ്പുഴയിലെ വിവരങ്ങളുമായി ചേരും. ശരണ്യ, ഈ പറഞ്ഞതുപോലെ തന്നെ ജി സുധാകരൻ എന്ത് അത്ഭുതങ്ങൾ അവിടെ സാധിച്ചെടുക്കുമെന്നുള്ളതാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ചോദ്യങ്ങളിലൊന്ന്. 139 മണ്ഡലങ്ങളിൽ ജയിച്ചാലും അമ്പലപ്പുഴയിൽ തോറ്റാൽ അത് CPM കിട്ടുന്ന തല്ല് കുറച്ചൊന്നും ആയിരിക്കില്ല, അടി കുറച്ചൊന്നും ആയിരിക്കില്ല, സംശയമില്ല. നമുക്ക് അമ്പലപ്പുഴയിൽ നിന്ന് തുടങ്ങാം. എന്താണ് അമ്പലപ്പുഴയിലെ ഒരു സുധാകരനൊക്കെ ആത്മവിശ്വാസത്തോടെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലും വന്ന് പ്രസംഗിക്കുകയും മറ്റും ചെയ്തു. താൻ സ്വതന്ത്രനായി നിന്നാലും ജയിക്കും, അതിനിപ്പോൾ UDFൻ്റെ പിന്തുണ വേണമെന്ന് പോലും ഇല്ലായിരുന്നുവെന്ന്. അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണോ സുധാകരൻ ക്യാമ്പ് ഈ അവസാന മണിക്കൂറുകളിലും? തീർച്ചയായിട്ടും രഞ്ജിത്ത്, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ. അത് ജി സുധാകരൻ സ്ഥാനാർത്ഥി തന്നെയാണ്. കാരണം CPMനെ അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന ഒരു ഭരണ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് MV ഗോവിന്ദൻ അടക്കമുള്ള സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ആലപ്പുഴയിൽ ക്യാമ്പ് ചെയ്ത തെരഞ്ഞെടുപ്പിനെ നയിക്കുകയും ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും മറ്റെവിടെ ജയിച്ചാലും ഭരണം കിട്ടിയാലും അമ്പലപ്പുഴയിൽ പരാജയപ്പെട്ടാൽ അത് പാർട്ടി കേൾക്കുന്ന അല്ലെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടാകും എന്ന് പ്രവർത്തകരെ അടക്കം അറിയിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു ആലപ്പുഴ കടന്നുപോയത്. എന്തായാലും വലിയ മത്സരമാണ് ഇത്തവണ ആലപ്പുഴ ജില്ലയിലുള്ളത്. അമ്പലപ്പുഴയിലേക്ക് പോവുകയാണെങ്കിൽ അമ്പലപ്പുഴ ഏറെക്കുറെ സുധാകരൻ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം എല്ലാ വിഭാഗങ്ങളിലും ജനകീയ സ്വതന്ത്രൻ എന്നുള്ള രീതിയിലേക്ക് തീരുമാനം കൈക്കൊള്ളുകയും UDF പിന്തുണയോടെ വരികയും ചെയ്ത ആ ഒരു സ്ട്രാറ്റജി തന്നെയായിരുന്നു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം എല്ലാ വിഭാഗത്തിൻ്റെയും വോട്ട് സുധാകരന് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിനെ കൊണ്ടെത്തിക്കാൻ ആ ഒരു തീരുമാനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും വളരെ പ്രതീക്ഷയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അമ്പലപ്പുഴയിൽ അങ്ങനെ ഒരു വിജയം അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു വിജയം അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. ഒരു 10,000-നും 15,000-നും ഇടയ്ക്ക് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഉണ്ട് എന്നുള്ളതാണ്. ഇത്തവണ വോട്ട് എങ്ങോട്ട് എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാരണം സാധാരണഗതിയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് CPM അനുഭാവികളുടെ വോട്ട് വലിയ തോതിൽ ചോർന്നതായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു കഴിഞ്ഞ പാർലമെന്റ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മത്സരത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇത്തവണ ആലപ്പുഴ കാണിക്കുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് കേഡർമാർ, അതായത് പാർട്ടി കേഡർമാർക്കുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിനോട് ഒരു വലിയ അവമതിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ കേഡർമാർ, അതായത് അനുഭാവികൾ പോയാലും കേഡർമാരുടെ വോട്ട് പാർട്ടിക്ക് വീഴാറുണ്ടായിരുന്നു. പക്ഷേ കേഡർമാർ അനുഭാവികളെക്കാൾ കൂടുതൽ മാറി ചിന്തിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് തന്നെ പറയാൻ കഴിയും. അത്തരത്തിൽ പല പാർട്ടി കോട്ടകളിലും അത്തരത്തിൽ വിള്ളൽ വീണ് അല്ലെങ്കിൽ അതിനോടൊരു മടുപ്പ് കാണിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ജില്ലയിലെ പാർട്ടിയുടെ പ്രശ്നങ്ങൾ തന്നെ അതൊരു വലിയ ഘടകം തന്നെയാണ്. കാരണം ജില്ലയിലെ നേതൃത്വത്തിലുള്ള ഒരു അവമതിപ്പ്, അതോടൊപ്പം തന്നെ തുടർഭരണം വേണ്ട എന്നുള്ളൊരു മടുപ്പ് ആളുകൾ ഉണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായത് SDP ബാന്ധവം തന്നെയാണ്. അതായത് ഒരു പ്രത്യക്ഷത്തിൽ പറഞ്ഞ് ഇപ്പോൾ അമ്പലപ്പുഴയുടെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ സലാമിനെതിരെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, SDP ബന്ധമുണ്ടെന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇതൊരു പ്രത്യക്ഷ പ്രചരണമാവുകയും SDP കേന്ദ്രങ്ങൾ കൃത്യമായി ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് തേടി ഇറങ്ങുകയും ചെയ്ത ഘട്ടത്തിൽ ഇപ്പുറത്തൊരു വലിയ ഏകീകരണം ഉണ്ടായി എന്നുള്ളത്, UDFന് അനുകൂലമായ ഒരു ഏകീകരണം ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതും ഇവിടെ തിരിച്ചടിയായി എന്നുള്ളതാണ്. മറ്റൊന്ന്, CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ SDP-യുമായി പോരടിച്ച് നിൽക്കുന്ന പ്രവർത്തകർക്കിടയിൽ ഇതൊരു വലിയ നിരാശ ഉണ്ടാക്കുകയും പലയിടങ്ങളിലും അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനോട് നിസ്സംഗരാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആലപ്പുഴയിൽ വളരെ കുറച്ച് മണ്ഡലങ്ങൾ മാത്രമാണ് വിവിധ മുന്നണികൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുക. അത് ബാക്കിയുള്ളിടത്തെല്ലാം രഞ്ജിത്ത് വളരെ കടുത്ത മത്സരമാണ്, ജില്ല തന്നെയാണ്, സംശയമില്ല. രണ്ട് മുന്നണികളുടെയും രാഷ്ട്രീയ പോരാട്ടം ഇത്തവണ കാര്യമായി നടന്ന മണ്ഡലം കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.